ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ രാജ്യത്ത് സജീവം. മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. പ്രചാരണ അനുമതികൾക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ സുവിധാ പോർട്ടൽ ശ്രദ്ധേയമാകുന്നു. ഇതുവരെ ലഭിച്ചത് 73,000-ലധികം അപേക്ഷകൾ. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്ന പ്രമേയവുമായി ഇന്ന് ലോകാരോഗ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെയും ലക്നൌ സൂപ്പർ ജയൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നേറുന്നു. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചാരണ രംഗത്ത് സജീവമാണ്. BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ നവാദയിൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. മധ്യപ്രദേശിലെ BJP തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. തെലങ്കാനയിലെ കോൺഗ്രസ് പ്രചാരണ പരിപാടികൾക്ക് മഹാപൊതുയോഗത്തോടെ തുടക്കം കുറിച്ചു. രംഗറെഡ്ഡി ജില്ലയിലെ തുക്കുഗുഡയിൽ ഇന്നലെ നടന്ന യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്തു. രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംബന്ധിച്ചു. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളത്തിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നണികൾ ശക്തമാക്കി. ഇന്ന് മാവേലിക്കര മണ്ഡലത്തിലെ കുന്നത്തൂർ, ചെന്നിത്തല, പത്തനാപുരം എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഈ മാസം 19, 20 തീയതികളിൽ വയനാട്ടിലെത്തും. മണ്ഡലത്തിലെ വിവിധ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. NDA കൊല്ലം ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകിട്ട് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെ. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 204 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 2,77,49,159 വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം നേടിയത്. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ വിവിധ മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെയാണ്. പൊതുതിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിവിധ അനുമതികൾ നൽകുന്നതിനായി സജ്ജമാക്കിയ സുവിധാ പോർട്ടൽ ശ്രദ്ധേയമാകുന്നു. 20 ദിവസങ്ങൾക്കിടെ പോർട്ടലിൽ 73,000-ലധികം അപേക്ഷകൾ ലഭിച്ചതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. റാലികൾ സംഘടിപ്പിക്കുക, താൽക്കാലിക പാർട്ടി ഓഫീസുകൾ സ്ഥാപിക്കുക, വീട് വീടാന്തരമുള്ള പ്രചാരണം, വീഡിയോ വാനുകൾ, ഹെലികോപ്റ്ററുകൾ, വാഹനങ്ങൾ എന്നിവയുടെ ഉപയോഗം, ലഘുലേഖാ വിതരണം എന്നിവയ്ക്കായി രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുമതി നൽകുന്നത് ഏകോപിപ്പിക്കാനാണ് സുവിധാ പോർട്ടൽ കമ്മീഷൻ സജ്ജീകരിച്ചത്. 44,600-ലധികം അപേക്ഷകളിൽ അനുമതി നൽകിയതായും കമ്മീഷൻ വ്യക്തമാക്കി. രാജസ്ഥാനിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ തപാൽ വോട്ടിംഗ് ആരംഭിച്ചു. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള 3,76,000 പേർക്കും ഇതിന് സൗകര്യമൊരുക്കിയിട്ടുള്ളതായി രാജസ്ഥാനിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചു. 20,751 പേർ ഇന്നലെ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി. മുതിർന്ന നേതാക്കളെ മുന്നിൽ നിർത്തി രാജസ്ഥാനിൽ കോൺഗ്രസും BJPയും തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി. രാജ്യരക്ഷാമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്ന് ബിക്കാനീറിലെ കോളയാട്ടിലും ജുൻജുനു ജില്ലയിലെ പിലാനിയിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. UP മുഖ്യമന്ത്രി ആദിത്യനാഥും BJPക്കായി പ്രചാരണ രംഗത്തുണ്ട്. കോൺഗ്രസിനായി മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഗോവിന്ദ് ദൊട്ടസാരയും വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി ഇന്ന് പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കും. നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിക്കുന്ന ഉള്ളടക്കങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ, അമേരിക്ക, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ തടസ്സപ്പെടുത്താൻ ചൈന ഒരുങ്ങുന്നതായി സാങ്കേതികവിദ്യാ കമ്പനിയായ മൈക്രോസോഫ്റ്റ് മുന്നറിയിപ്പ് നൽകി. 64 രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിൽ ഈ വർഷം ദേശീയ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ചൈനീസ് ഭരണകൂട പിന്തുണയുള്ള സൈബർ ഗ്രൂപ്പുകളും ഉത്തര കൊറിയയിൽ നിന്നുള്ളവരും ഈ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ ലക്ഷ്യമിടുന്നതായി മൈക്രോസോഫ്റ്റിന്റെ ത്രെറ്റ് ഇന്റലിജൻസ് ടീം ആരോപിച്ചു. സ്ഥാനാർത്ഥികളുടെ പ്രസ്താവനകൾ, വിവിധ വിഷയങ്ങളിലെ നിലപാടുകൾ, സംഭവങ്ങളുടെ ആധികാരികത എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന തന്ത്രം ഇവർ സ്വീകരിച്ചേക്കാമെന്നും മൈക്രോസോഫ്റ്റ് മുന്നറിയിപ്പ് നൽകി. മണിപ്പൂരിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായി നടക്കും. ഏപ്രിൽ 19 ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഇന്നർ മണിപ്പൂരിൽ ആകെ 9,89,887 വോട്ടർമാരാണ് ഉള്ളത്.
3 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരം. വൈകിട്ട് 3:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ലക്നൌ സൂപ്പർ ജയൻസ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരം രാത്രി 7:30 ആരംഭിക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പുരുഷ ഹോക്കി ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് നടക്കും. ഓസ്ട്രേലിയയിലെ പെർത്തിൽ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്നലെ ഓസ്ട്രേലിയ 5-1 ഇന്ത്യയെ പരാജയപ്പെടുത്തി. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ 3ാം മത്സരം ബുധനാഴ്ച ഇതേ വേദിയിൽ നടക്കും. ഇന്ന് ലോകാരോഗ്യ ദിനം. ആഗോളതലത്തിൽ ആരോഗ്യത്തെക്കുറിച്ച് ശരിയായ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് ഈ വർഷത്തെ ആരോഗ്യ ദിനാചരണ പ്രമേയം. 450 കോടിയിലേറെ ജനങ്ങൾ അനുഭവിക്കുന്ന ആവശ്യ ആരോഗ്യ സേവനങ്ങളുടെ അപര്യാപ്തതയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് പ്രമേയം. 140-ലധികം രാജ്യങ്ങൾ ആരോഗ്യ സേവനങ്ങളെ മനുഷ്യാവകാശമായി അംഗീകരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, യുദ്ധങ്ങളും സംഘർഷങ്ങളും മഹാമാരികൾ എന്നിവ വ്യക്തികളുടെയും പൊതുജനാരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്ന ഇക്കാലത്ത് ഏറെ പ്രസക്തമാണ് എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്ന പ്രമേയം. മനുഷ്യരോടൊപ്പം പക്ഷി മൃഗാദികളുടെയും പ്രകൃതിയുടെയും ആരോഗ്യ സംരക്ഷണത്തിലൂടെ മാത്രമേ സാർവത്രികമായ ആരോഗ്യ സംരക്ഷണം സാധ്യമാകൂ എന്ന ഏകാരോഗ്യ സങ്കല്പത്തിനും ഇന്ന് ഏറെ പ്രചാരമുണ്ട്. രോഗങ്ങൾക്കെതിരെ ഒരുമിച്ച് പോരാടാനും ഈ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് നന്ദി പ്രകടിപ്പിക്കാനും കേന്ദ്രമന്ത്രി അമിത്ഷാ ആഹ്വാനം ചെയ്തു. പൗരന്മാരുടെ ആരോഗ്യ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ആരോഗ്യ വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകാരോഗ്യ ദിന സന്ദേശത്തിൽ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ജമ്മു കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും എല്ലാ പൌരന്മാർക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും മേൽ തുല്യ അവകാശമുണ്ടെന്നും മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ജമ്മു കശ്മീരിനെക്കുറിച്ചുള്ള പരാമർശം തെറ്റാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്ന താപനില തുടരുന്നു. ബുധനാഴ്ച വരെ കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിച്ചേക്കും. അതിനിടെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഒഡീഷ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ആലിപ്പഴ വർഷവും പ്രവചിച്ചിട്ടുണ്ട്. വിഷു പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ബുധനാഴ്ച തുറക്കും. 14-ന് പുലർച്ചെ 4 മുതൽ 7 വരെയാണ് വിഷുക്കണി ദർശനം. പൂജകൾ പൂർത്തിയാക്കി 18-ന് രാത്രി 10-ന് നടയടയ്ക്കും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തും സ്പോട്ട് ബുക്കിംഗ് നടത്തിയും ഭക്തർക്ക് ദർശനം നടത്താം. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്രാ തീരത്തിന് സമീപം ബോട്ടിന് തീപിടിച്ച് കടലിൽ മുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി. സേനയുടെ ICGS വീര എന്ന കപ്പലാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. 9 മത്സ്യത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റവരെ വിശാഖപട്ടണത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. സന്തുലിത വളർച്ചയ്ക്കുള്ള ആശയ വിഭവ കൈമാറ്റത്തിന് US-ഉം ചൈനയും ധാരണയിലെത്തി. US ട്രഷറി വകുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ചൈനയുടെ സാമ്പത്തിക മാതൃക, ആഭ്യന്തര ആഗോള സമ്പദ്വ്യവസ്ഥയിലെ വളർച്ച, കള്ളപ്പണം വെളുപ്പിക്കലിനെതിരായുള്ള ശ്രമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള US-ന്റെ പരാതികൾ പരിഹരിക്കുന്നതുൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടത്താനും ഇതിനായി 2 സാമ്പത്തിക ഗ്രൂപ്പുകൾ രൂപീകരിക്കാനും ഇരുപക്ഷവും ധാരണയിലെത്തി. US ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെലൻ ചൈനയിൽ നടത്തിവരുന്ന സന്ദർശനത്തിന്റെ ഭാഗമായാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ രാജ്യത്ത് സജീവം. മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. പ്രചാരണ അനുമതികൾക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ സുവിധ പോർട്ടൽ ശ്രദ്ധേയമാകുന്നു. ഇതുവരെ ലഭിച്ചത് 73,000-ലധികം അപേക്ഷകൾ. 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്ന പ്രമേയവുമായി ഇന്ന് ലോകാരോഗ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെയും ലക്നൌ സൂപ്പർ ജയൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.